പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകൾ പതിവ് പോലെ പരിശോധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വാർത്തായാത്ര തുടരുന്നത്. നമുക്ക് എല്ലാ പത്രങ്ങളിലേക്കും പോകാം. എല്ലാ പത്രങ്ങളുടെയും ജാക്കറ്റ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ പരസ്യമാണ് കേട്ടോ. വലിയ പരസ്യമാണ് നൽകിയിരിക്കുന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് പിണറായി വിജയൻ, പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി, ജയന്ത് ചൗധരി, പി രാജീവ് ഇവരുടെ ചിത്രങ്ങൾ സഹിതമാണ് എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിലെ ജാക്കറ്റ് സർക്കാർ പരസ്യം നൽകിയിരിക്കുന്നത്. ഉൾപേജിലേക്ക് എത്തിയാൽ ആദ്യ പേജിൽ മലയാള മനോരമയുടെ ലീഡ് വാർത്ത, PSCയും സർക്കാരും ഒത്തുകളിക്കുന്നു, പ്രഹസനമാണ് PSC എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സിവിൽ പോലീസ് ഓഫീസർ, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, LDC ഈ ലിസ്റ്റുകളുടെ കാലാവധിയും എത്ര പേർക്ക് നിയമനം നൽകി എന്നതിൻ്റെ കണക്കും പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനുള്ള ഉത്സാഹം, സുപ്രധാന റാങ്ക് പട്ടികകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാരിനില്ല എന്നാണ് പത്രം പറയുന്നത്. ഏപ്രിൽ 14 കാലാവധി തീരുന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 30% പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചത്. ജൂലൈ 17 കാലാവധി തീരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ലിസ്റ്റിൽ 40%, ജൂലൈ 31 കാലാവധി തീരുന്ന LDC ലിസ്റ്റിൽ നിന്ന് 41% എന്നിങ്ങനെ മാത്രവും. സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ എങ്ങനെ നിയമന ശുപാർശ നൽകുമെന്ന് PSCയും കൈമലർത്തുന്നുണ്ട്. ബെവ്കോ ലിസ്റ്റിൽ 1619 പേരുണ്ട്. നിയമനം വട്ടപൂജ്യമാണ്. അതേസമയം KV തോമസിന്റെ യാത്രാബത്ത 11.31 ലക്ഷമാക്കാനുള്ള ശുപാർശ വന്ന വാർത്തയും പത്രം ഒരുമിച്ചു തന്നെ ചേർക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട തസ്തികകളിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാനിരിക്കെ 30%, 40% മാത്രം നിയമനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തലക്കെട്ട് പ്രഹസനമാണ് PSC എന്നാണ്. കേരള എൻട്രൻസിന്റെ അപേക്ഷ മാർച്ച് 10 വരെ എന്ന വാർത്തയുണ്ട്. കേരളത്തിൽ 2025 എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിനുള്ള മാർച്ച് 10 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ശമ്പളമില്ലാതെ 16,000 എയ്ഡഡ് സ്കൂൾ അധ്യാപകർ. നമ്മൾ വയനാട്ടിലെ ഇന്നലെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം പോലുമില്ലാതെ വർഷങ്ങളായി നിയമനാംഗീകാരം കാത്തു കഴിയുന്നത് 16,000 അധ്യാപകരാണ്. പണം കടം വാങ്ങിയും മറ്റും ഇവർ സ്കൂളിൽ പോകുന്നത് എന്തെങ്കിലും അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ കോടതി വിധികൾ വൈകുന്നതും സർക്കാർ തീരുമാനം എടുക്കാൻ മടിക്കുന്നതും കാരണം ഇവരുടെ അംഗീകാരം അനന്തമായി നീളുകയാണ്. 4% ഭിന്നശേഷി സംവരണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് മാത്രമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിര നിയമനാംഗീകാരം നൽകുന്നത്. ഇതോടുകൂടി ഒരുപാട് പേർ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് കോളുകൾ വന്നു നമുക്ക്. ആ മരണത്തെ തുടർന്ന് അലീനയുടെ മരണം പല ആളുകളെയും ഞങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല. കൂടുതൽ ഇന്ത്യക്കാരെ മടക്കിവിടും, വിമാനങ്ങൾ അയക്കാൻ ആലോചന എന്ന വാർത്തയുണ്ട്. US നിന്ന് മടക്കി അയക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ യാത്രാ വിമാനങ്ങൾ അയക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. എയർ ഇന്ത്യ, US വിമാന കമ്പനികളായ യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ് എന്നിവയുമായി വിദേശ മന്ത്രാലയ പ്രതിനിധികൾ ചർച്ച നടത്തിയെന്നാണ് വിവരം. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ കൂടുതൽ ഇന്ത്യക്കാരെ ഇനിയും നാടുകടത്തും എന്നതിനാലാണ് വരുന്ന 3 മാസം വിമാനങ്ങൾ അയക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ തീരുമാനം കുറച്ച് നേരത്തെ ഉണ്ടാകേണ്ടിയിരുന്നു. മഹാസങ്കടം. ഓണറേറിയത്തിൽ വർധന ആവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായുള്ള മഹാസംഗമത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ ചിത്രവും മനോരമ പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയുടെ ലീഡ് വാർത്ത, ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ചിത്രം ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതേസമയം ഭൂവുടമകൾക്ക് തിരിച്ചടി, ഭൂമി തരം മാറ്റൽ, 25 സെന്റിൽ കൂടുതലെങ്കിൽ മുഴുവൻ സ്ഥലത്തിനും ഫീസടയ്ക്കണം. ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. സർക്കാർ നിലപാട് അംഗീകരിച്ചിരിക്കുന്നു. ഭൂമി തരം മാറ്റത്തിൽ നിലവിൽ തുടരുന്ന നിയമത്തിനുള്ള അംഗീകാരമാണ് സുപ്രീം കോടതിയുടെ വിധിയെന്ന് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു എന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത്. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും IPC 498 നിലനിൽക്കും. അതെങ്ങനെയാ? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A പ്രകാരമുള്ള കുറ്റത്തിന് സ്ത്രീധനം ആവശ്യപ്പെട്ടിരിക്കണമെന്നത് നിർബന്ധമില്ലെന്ന് സുപ്രീം കോടതി. മാനസികമോ ശാരീരികമോ ആയ പീഡനം ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ സ്ത്രീക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ വകുപ്പിന്റെ പ്രാഥമിക ലക്ഷ്യം വിവാഹിതരായ സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായ ക്രൂരതകളിൽ നിന്ന് സംരക്ഷണം നൽകലാണെന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കേസ് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. തന്നെ മർദ്ദിച്ച എന്ന സ്ത്രീയുടെ പരാതിയിൽ അവരുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കുമെതിരെ IPC 498A പ്രകാരം കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സുപ്രീം കോടതിയിലെത്തിയത്. പ്രതികളുടെ പരാതിയിൽ ഹൈക്കോടതി കേസ് റദ്ദാക്കിയിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി നടപടി. IPC 498A പറഞ്ഞ കുറ്റകൃത്യങ്ങൾ നിലവിൽ BNS 85, 86 വകുപ്പുകളിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വീട്ടിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 498A നിങ്ങളെ കാത്തിരിക്കുന്നു. രേഖാ ഗുപ്ത അധികാരം
അധികാരമേറ്റിരിക്കുന്നു എന്ന വാർത്തയും മാതൃഭൂമി പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നു. കാൽ നൂറ്റാണ്ടിനു ശേഷം ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റു. രാജ്യതലസ്ഥാനത്തെ 9ാമത് മുഖ്യമന്ത്രിയും 4ാം വനിതാ മുഖ്യമന്ത്രിയുമായി രേഖാ ഗുപ്തയും 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഷമി ഷോ എന്ന തലക്കെട്ടിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റ് തികച്ച ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയുടെ ആഹ്ലാദം പത്രം ആദ്യ പേജിൽ ചിത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 1 ഗഡു കൂടി അനുവദിച്ചു എന്ന വാർത്തയുമുണ്ട്. ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ നൽകാനായി 812 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അടുത്തയാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നുള്ളതാണ്. നഫീസ ഉമ്മയുടെ വാർത്ത നമ്മളെ ആകെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. പലർക്കും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് ആ വാർത്തയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സമുദായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ വിനോദയാത്രയ്ക്ക് പോയതിൽ എന്താണ് തെറ്റ്? ഭർത്താവ് മരിച്ച സ്ത്രീ യാത്ര ചെയ്യുന്നതിനെ മതം ഒരിടത്തും വിലക്കുന്നില്ല. മണാലിയിലേക്ക് 55ാമത്തെ വയസ്സിൽ വിനോദയാത്രയ്ക്കായി പോയ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായ കടിയങ്ങാട്ടെ മുണ്ടുപാലം തൈവച്ചപ്പറമ്പിൽ നഫീസ ഉമ്മയുടേതാണ് ഈ ചോദ്യം. ഉമ്മ പുളിയാണ്. നഫീസ് ഉമ്മയുടെ യാത്രയെ വിമർശിച്ച മതപ്രഭാഷകന്റെ പ്രസംഗം വിവാദമായതിനു പിന്നാലെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ് ഈ കുടുംബം. പ്രസംഗത്തെപ്പറ്റി കൂടുതൽ പ്രതികരിച്ച് വിവാദത്തിനില്ലെന്ന് നഫീസ് ഉമ്മ പറയുന്നു. മനപ്രയാസം കാരണം ഉമ്മയ്ക്ക് വീടിന് പുറത്തിറങ്ങാനാകുന്നില്ലെന്നും എന്ത് തെറ്റാണ് ഉമ്മ ചെയ്തതെന്നും ജിഫ്ന ചോദിക്കുകയും ചെയ്യുന്നു. ഡിസംബറിലാണ് മകൾക്കൊപ്പം ഉമ്മ മണാലിയിലേക്ക് പോയത്. പെൺകുട്ടികളായിരുന്നു യാത്രാസംഘത്തിൽ കൂടുതൽ. അവർ തന്നെ ഉമ്മയെ കൈപിടിച്ച് മഞ്ഞിലൂടെ നടത്തിച്ചു. നഫീസ ഉമ്മ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ റീൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച സ്ത്രീ ദിക്റും സ്വലാത്തും ചൊല്ലി ദൂരെ ഏതെങ്കിലും മൂലയിലിരിക്കുന്നതിനു പകരം ദൂരെയുള്ള നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയാണെന്നായിരുന്നു മതപണ്ഡിതനായ ഇബ്രാഹിം സഖാഫി പ്രസംഗിച്ചത്. എന്താണ് സഖാഫ്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റു പത്രങ്ങളിലേക്ക് കൂടി എത്തിയാൽ ദേശാഭിമാനിയുടെ തലക്കെട്ടും ലീഡ് വാർത്തയും നമുക്കൊന്ന് നോക്കാം. എല്ലാ പത്രത്തിൻ്റെയും ആദ്യ പേജിൽ ഇൻവെസ്റ്റ് കേരളയുടെ പരസ്യമാണ് കേട്ടോ. ദേശാഭിമാനിയിൽ VC നിയമനാധികാരം സംസ്ഥാനങ്ങൾക്ക് വേണം, പടനയിച്ചു കേരളം എന്നതാണ് തലക്കെട്ട്. വൈസ് ചാൻസലർ നിയമനത്തിലെ മുഖ്യ പങ്കാളിത്തം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണമെന്ന് UGC കരട് ചട്ടത്തിനെതിരെ സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ ഭരണാധികാരം അതത് സംസ്ഥാനങ്ങൾക്കാണ് എന്ന് പറയുന്നു. നിലവിൽ UGC ചിത്രസഹിതമാണ് ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കരട് ചട്ട ഭേദഗതി പിൻവലിക്കണം, സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കണം. കൺവെൻഷനിൽ തമിഴ്നാടും കർണാടകയും തെലങ്കാനയും പങ്കെടുത്തു എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറും സഹോദരിയും അമ്മയും ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ എന്ന വാർത്ത ഇന്നലെ നമ്മൾ വൈകുന്നേരം റിപ്പോർട്ട് ചെയ്തതാണ്. വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത്. കടൽ മണൽ ഖനനത്തിൽ കേന്ദ്രം ജനത്തെ മണ്ടന്മാരാക്കുന്നു എന്ന് ലത്തീൻ സഭയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. തീരദേശ ഹർത്താലിന് ഐക്യദാർഢ്യം. ആകാശവും ഭൂമിയും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നു എന്നാണ് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞിരിക്കുന്നത്. ഇനി മാധ്യമത്തിലേക്ക് കൂടി എത്തിയാൽ മാധ്യമം പത്രത്തിൻ്റെ ആദ്യ പേജിലെ പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് പരിശോധിക്കാം. വ്യവസായ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട, ഇളവ് എന്നാണ്. ചട്ടങ്ങൾ മാറ്റി, ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മാത്രം. ബ്രൂവറിക്ക് വേണ്ടി എന്നത് അടിസ്ഥാനരഹിതം. കാറ്റഗറി 1-ൽ 2 വിഭാഗങ്ങളിലെ സംരംഭങ്ങൾക്കാണ് പഞ്ചായത്ത് അനുമതി ഒഴിവാക്കിയത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കാറ്റഗറി 1-ലുള്ള 159ഓളം സ്ഥാപനങ്ങൾക്ക്, സംരംഭങ്ങൾക്കാണ് ഇനി പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണ്ടാത്തത്. എന്നാൽ അതിലുള്ള പ്രധാനപ്പെട്ട ഉൽപ്പാദന യൂണിറ്റുകൾക്ക് റെഡിലും ഓറഞ്ചിലും കാറ്റഗറിയിലുള്ളവർക്ക് പഞ്ചായത്തിൻ്റെ അനുമതി വേണം താനും. അധ്യാപികയുടെ ആത്മഹത്യ ആരോപണവുമായി പിതാവ് വരുന്നു. താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലെ കോടഞ്ചേരി സെന്റ് ജോസഫ് എയ്ഡഡ് സ്കൂൾ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. UGC കരട് റെഗുലേഷൻ പിൻവലിക്കണം എന്ന സംയുക്ത പ്രമേയം പാസാക്കി കൺവെൻഷൻ എന്ന വാർത്തയും മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ദേശീയ വാർത്തകളിൽ പ്രധാനമായിട്ടും സുപ്രീം കോടതി സ്റ്റേസ് ലോക്പാൽ ഓർഡർ ഓൺ പവേഴ്സ് ഓവർ ഹൈക്കോടതി ജഡ്ജസ് എന്നുള്ളതാണ്. സ്പെഷ്യൽ ബെഞ്ച് ടേംസ് top anti-corruption ombudsman's interpretation very disturbing after it passed an order giving itself jurisdiction to investigate complaints against a high court judge. ഹൈക്കോടതി ജഡ്ജിയുടെ മായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനുള്ള അധികാരം നൽകിയ ലോക്പാലിൻ്റെ ഉത്തരവിനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പത്രം നൽകുന്നു. ലോക്പാൽ ജനുവരി 27 ഇത്തരമൊരു ഉത്തരവ് ഇട്ടത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ അഴിമതിയും അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ്. നിലവിൽ രേഖാ ഗുപ്ത ടേക്സ് ഓവർ as the 9th ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി എന്ന വാർത്തയും ദ ഹിന്ദു ചിത്രസഹിതം നൽകുന്നുണ്ട്. മാത്രവുമല്ല പലയിടങ്ങളിലും കാശ്മീരിലും മണാലിയിലുമൊക്കെ ഹിമാചൽ പ്രദേശിലുമൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. എ മാൻ വാക്സ് ഡൗൺ എ സ്നോ കവേർഡ് റോഡ് ഇൻ ഷോപ്പിയാൻ ഡിസ്ട്രിക്ട് ഓഫ് കാശ്മീർ ആഫ്റ്റർ nearly 2 months of an unprecedented dry spell. The Kashmir Valley received some rain and snowfall, raising hopes for improved water availability. അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു കാശ്മീരിൽ. ഇന്നലെ 2 ദിവസമായിട്ട് മഴ പെയ്തു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ്
ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കൂടി കടന്നു പോകേണ്ടതുണ്ട്.